ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനാധാരമായി സഭാപ്രസംഗി 12:13 വായിക്കുന്നു. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. 1 ശമൂവേൽ 12:24 ശമൂവേലിന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറയുന്നു, യഹോവയെ ഭയപ്പെട്ട് പൂർണ്ണ ഹൃദയത്തോടും പരമാർത്ഥതയോടും കൂടെ സേവിക്കുക മാത്രം ചെയ്യുവിൻ. അവൻ നിങ്ങൾക്ക് എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ എല്ലാ വഴികളിൽ നടക്കുകയും അവനെ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും ദൈവം ആജ്ഞാപിച്ചിരിക്കുന്ന അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും നമ്മുടെ നന്മയ്ക്കായി പ്രമാണിക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ദൈവം ദൈവാദി ദൈവവും കർത്താദി കർത്താവുമായി വല്ലഭനും ഭയങ്കരനുമായ മഹാദൈവമാണ്. അവൻ മുഖം നോക്കുന്നില്ല, പ്രതിഫലം വാങ്ങുന്നതുമില്ല. നമ്മുടെ പുകഴ്ചയാകുന്ന ദൈവം നാം കണ്ണാലെ കണ്ടിട്ടുള്ള മഹത്വം ഭയങ്കരവുമായ കാര്യങ്ങളെ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. സഭാപ്രസംഗി 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ഭൗതിക ദൃഷ്ടിയിൽ കാര്യങ്ങളെ വിശകലനം ചെയ്ത ഗ്രന്ഥകർത്താവായ ശലോമോൻ സകലവും മായയായി അഥവാ അർത്ഥശൂന്യമായി കണ്ടുവെങ്കിലും 12-ാം അധ്യായത്തിൽ ദൈവിക വീക്ഷണത്തിലൂടെ ജീവിതത്തെ നോക്കിയപ്പോൾ എല്ലാം അർത്ഥവത്തും പ്രയോജനകരമാണെന്ന നിഗമനത്തിലെത്തിച്ചേരുവാൻ കഴിഞ്ഞു. പുതിയ നിയമ വിശ്വാസികളായ നാം നമ്മുടെ സ്വർഗീയ പിതാവുമായുള്ള ബന്ധം കർത്താവായ യേശുവിൽ അധിഷ്ഠിതമായിരിക്കണം. അല്ലാത്ത പക്ഷം ദൈവവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുകയും ജീവിതം നിഷ്ഫലമാവുകയും ചെയ്യും. കർത്താവിനെ കൂടാതെ ലഭിക്കുന്ന സകല സമ്പത്തും ജനപ്രീതിയും അർത്ഥശൂന്യമാണ്. ദൈവവചനം ശ്രദ്ധയോടെ പഠിക്കുകയും അതിലടങ്ങിയിരിക്കുന്ന ജ്ഞാനം സ്വീകരിച്ച് നമ്മുടെ ജീവിതം ദൈവനാമ മഹത്വത്തിനു വേണ്ടി വിവേകത്തോടെ ജീവിക്കുവാനിടയായിത്തീരണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുയേശുവിനെ നോക്കുക. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്ന കാര്യം വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless us all.